ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം വയോഭേദത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ നമ്മൾ ഗ്രോത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മേജറായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ്, കാരണം ഇതൊരു കൂടുതൽ ക്ലിനിക്കൽ ടോപ്പിക്കാണ്. അപ്പം ക്ലിനിക്കൽസ് ഒക്കെ നമുക്ക് തുടങ്ങുമ്പോഴേ ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു യഥാർത്ഥ ഐഡിയ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ക്ലിനിക്കൽ ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് വായിക്കുമ്പോഴേ ഐഡിയ കിട്ടുകയുള്ളൂ. അതല്ലാത്ത നമ്മൾ മാക്സിമം മെറ്റീരിയൽസ് ഒക്കെ തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഇതിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദയവായി നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. എന്ത് തരത്തിലുള്ള എത്ര ബേസിക് സംശയമാണെങ്കിലും ചോദിക്കുന്നതിന് മടിക്കണ്ട. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് സംശയം, പക്ഷേ കൂടുതൽ ആൾക്കാരൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പം ക്ലാസ് കാണാത്തതാണോ ഇനി മനസ്സിലാവാത്തതാണോ എന്നും നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം ആളുകൾ സംശയമായിട്ട് ചോദിക്കുക. എന്ത് സംശയമാണെങ്കിലും നിങ്ങൾ കളിയാക്കുമെന്നോ അങ്ങനെ ഒന്നും പേടിക്കണ്ട. ക്ലാസ്സിലല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ്സിലാകുമ്പോഴാണല്ലോ അങ്ങനത്തെ പ്രശ്നം. ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വിചാരിക്കേണ്ട. സോ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറേ ലോസ് ഓഫ് ഗ്രോത്തിനെ പറഞ്ഞു. ഈ ഗ്രോത്തിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ സംസാരിച്ചു. കണ്ടുപിടിക്കുന്ന രീതി ഈ വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ അല്ല ഹൈറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആന്ത്രപ്പോമെട്രിക്കൽ അസസ്മെൻറ്റിൽ കൂടെയാണ്. അപ്പോൾ കുറച്ചും കൂടെ ആന്ത്രപ്പോമെട്രിക്കൽ അസസ്മെൻറ്റിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഒക്കെ പറയാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ കമ്മിങ് ഇൻ ടു ദി ഡെവലപ്മെൻറ്റിലെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ടേം ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ നേരത്തെ ഗ്രോത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ലോസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു മനുഷ്യൻ്റെ വളർച്ചയും വികാസത്തിന് നിയന്ത്രിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, മറ്റൊന്ന് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഗ്രോത്തിനെ കണ്ടുപിടിച്ചത് ആന്ത്രപ്പോമെട്രിക്കൽ മെഷർമെൻറ്റ്സിലൂടെയായിരുന്നു. എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, എക്സെട്ര. അതുപോലെ ഡെവലപ്മെൻറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ബൈ അസസിങ് മൈൽ സ്റ്റോൺസ്. യു മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് ദിസ് ടെർമിനോളജി, മൈൽ സ്റ്റോൺ. ഓക്കെ, എന്താണ് ഡെവലപ്മെൻറ്റൽ ഡിലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഒരു ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചൈൽഡ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു how a child becomes able to do more complex things as they get older. Growth only refers to the child getting bigger in size. So this is the major difference. It's a very simple definition. Okay, no need of further elaboration. But എന്താണ് ഒരു കുട്ടിയുടെ വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജനിച്ച ഉടനെ ചെയ്ത വളരെ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പതുക്കെ പതുക്കെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യജീവി എത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ കുട്ടിയുടെ വികാസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളർച്ച എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കുട്ടിയുടെ മൊത്തത്തിലുള്ള സൈസിലുള്ള വളർച്ചയായിരുന്നു. പക്ഷെ ഇവിടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് അതിൽ കൂടുതലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. സോ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ന്യൂറോ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഇവിടുത്തെ ചിത്രമൊക്കെ കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഈ കുട്ടി ആദ്യം വളരെ ചെറിയനാണ്, പിന്നെ ഇങ്ങനെ വലുതായി അല്ലേ, പതുക്കെ ഇരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിടിച്ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്, അല്ലേ, നേരെ പിടിക്കാതിരിക്കാൻ തുടങ്ങുന്നുണ്ട്, അപ്പം മുട്ടുകുത്തുന്നുണ്ട്, അപ്പം അങ്ങനെ ഓരോ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, കസേര പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന പരിപാടികളാണ്. ഓക്കെ ഓക്കെ സോ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ന്യൂറോ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതും ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. refers to functional maturation. So different functions of us: sitting, standing, okay, roll over, okay, അതുപോലെ ലാംഗ്വേജ്,
അപ്പം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഫങ്ഷണൽ മെച്യൂരിറ്റിയാണ്. ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പുതിയ പുതിയ അക്വിസിഷൻ ഓഫ് ന്യൂ സ്കിൽസ് ആണ്. അപ്പോൾ പുതിയ പുതിയ സ്കിൽസ് നമ്മൾ അച്ചീവ് ചെയ്ത് പതുക്കെ പതുക്കെ പ്രോഗ്രസീവ് ആയിട്ട് വരികയാണ്. ഇറ്റ്സ് നോട്ട് എ റിഗ്രഷൻ അല്ലേ. ഒരു കുട്ടി നമ്മൾ ജനിച്ച ഉടനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വളരെ പ്രോഗ്രസീവ് ആണ്, പതുക്കെ പതുക്കെ വികാസത്തിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓർഡർലി ആൻഡ് കൊഹറൻറ്റ്. വട്ട് മീൻ ബൈ ഓർഡർലി ആൻഡ് കൊഹറൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ഒരു, അതായത് ഇപ്പോൾ ജനിച്ച ഉടനെ എല്ലാ കുട്ടികളും അല്ലേ ഇപ്പോൾ നമ്മൾ എണീറ്റ് നടക്കാറില്ല അല്ലേ. ഇന്ത്യ നടക്കുന്നത് എപ്പോഴാണ്? ഒരുവിധം കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ചാണ് നടക്കാൻ തുടങ്ങുന്നത്. ഇതൊരു ഓർഡറിലാണ്. മനുഷ്യക്കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ ഉണ്ട് അതിന്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഏകദേശം ഒരു ഓർഡർ കുട്ടികൾക്ക് ഉണ്ട്. കമന്ന് വീഴുന്നതിന് ഒരു സമയമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊരു ഓർഡർ ആയിട്ടും കഹറൻ്റ് ആയിട്ടും നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. സി നമ്മൾ മരിക്കുന്നത് വരെ നിൽക്കാത്തൊരു പ്രോസസ്സാണ് സത്യം പറഞ്ഞ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചൈൽഡിനെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഡൊമൈൻസ് വരും. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദർ ആർ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇതിൻ്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ കോഗ്നിറ്റീവ് നമ്മളെ ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങൾ, തിങ്കിങ് കപ്പാസിറ്റി, ലേണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ നമ്മളെ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പൂർണ്ണമായ തരത്തിൽ ഒരു അഡൽഹുഡിലേക്കും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിലേക്കും ഈ കുട്ടിയെ വികസിപ്പിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. കമ്മിങ് ഇൻ ടു ദി ലോസ് ഓഫ് ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ ഗ്രോത്തിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ലോസ് ഉണ്ട്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം കൺസെപ്ഷൻ ടു മെച്യൂരിറ്റി. വി ടോക്ക് റിഗാർഡിങ് ദാറ്റ്. ഓർഡർലി ആൻഡ് പ്രെഡിക്റ്റബിൾ ഫാഷൻ ദാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സെയിം ഓർഡർ ഉണ്ട്, പ്രെഡിക്റ്റബിൾ ഫാഷൻ. നമുക്കറിയാം ഏകദേശം മനുഷ്യക്കുട്ടികൾ എന്താണ് ഒരു വയസ്സ് കഴിയുമ്പോഴാണ് നടന്നു തുടങ്ങുക. അപ്പം അമ്മമാരൊക്കെ നമ്മളടുത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ വരും, ഒരു വയസ്സായിട്ടും കുട്ടി നടന്നിട്ടില്ലെങ്കിൽ അയ്യോ കുട്ടി നടക്കാൻ വൈകി എന്ന് പറഞ്ഞ് വരാറുണ്ട്. സോ ദർ ഇസ് എ പ്രെഡിക്റ്റബിൾ ഫാഷൻ. നമുക്കറിയാം മൂത്ത കുട്ടി ഇത്ര വയസ്സിലാണ് നടന്നത്, ഇളയ കുട്ടി കുറച്ച് വൈകിയിട്ടുണ്ട്. സോ ദർ ആർ കമ്പാരിസൺ, ദർ ആർ അങ്ങനെയാണ് പ്രഡിക്ഷൻ വരുന്നത്. ഓക്കെ, അറ്റൈൻമെന്റ് ഓഫ് ന്യൂ സ്കിൽസ് ബിൽഡ്സ് ഓൺ അച്ചീവ്മെന്റ് ഓഫ് ഏർലിയർ സ്കിൽസ്. സ്കിൽ ആർ നോട്ട് മിസ്ഡ് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളിപ്പം വളരെ ചെറിയൊരു ഇപ്പം എണീറ്റ് നിൽക്കാൻ പഠിച്ചൊരു കുട്ടി അല്ലേ, അത് പിന്നീട് ലൈഫിൽ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ തന്നെ ഉണ്ട്, ഈ സ്കില്ല് മിസ്സാവുന്നില്ല. ആ സ്കില്ല് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിൽ ഒരു പ്രാവശ്യം അക്വയർ ചെയ്ത സ്കിൽസ് പിന്നെ മിസ്സാവുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഡെവലപ്മെന്റ് ഫോളോസ് എ സെഫാലോ കോഡൽ ഫാഷൻ. ഗ്രോത്തിൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ തലയിൽ നിന്നും താഴോട്ട് വരുന്ന അല്ലെ കോഡൽ, സെഫാലോ കോഡൽ, ആ തലഭാഗത്ത് നിന്നും താഴോട്ട് എന്നുള്ള രീതിയിലാണ് ഡെവലപ്മെന്റ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് എ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. ദിസ് ഓൾസോ ഈസ് ബീൻ എക്സ്പ്ലെയിൻഡ് when we talk regarding a growth laws. ഓക്കെ, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് ഓർമ്മയില്ലാത്തവർക്ക് ആ ക്ലാസ്സിലേക്ക് തിരിച്ചു പോയിട്ടൊന്ന് കേൾക്കുക. റൈറ്റ്, സോ ദീസ് ആർ ദ ലോസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ലോസ് വരുന്നു, പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മിനിമം ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വേറെയും കുറേ ലോസ് ഒക്കെ നമുക്ക് ഇതിൽ ചേർത്തൊക്കെ പറയാം, ബട്ട് അത്യാവശ്യം നിങ്ങൾ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അല്ലേ, വളരെ ജനറൽ ആയിട്ട് പിന്നീട് വളരെ സ്പെസിഫിക് ആയിട്ട്. അപ്പം നമ്മളൊരു ഫൈൻ മോട്ടോർ നമ്മൾ ആക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു ബാങ്കിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കിലുക്കാൻ പെട്ടി കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടി അത് എങ്ങനെയായിരിക്കും പിടിക്കുന്നത്? ഒരു 3 മാസമുള്ള കുട്ടി, വയസ്സല്ല മാസം, 3 മാസമുള്ള കുട്ടിക്ക് അത് കയ്യിൽ വെക്കാൻ പറ്റില്ല, ആ കയ്യിൽ നിന്ന് വീണു പോകും അല്ലേ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടി എന്താണ് 2 കൈ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു കൈ ഉപയോഗിച്ച് കുട്ടിക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് ജനറൽ ടു സ്പെസിഫിക് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സിമ്പിൾ നിന്നും കോംപ്ലക്സിലേക്ക് പോകുന്ന എക്സാമ്പിൾ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെയും നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്.
ജനറൽ നിന്നും സ്പെസിഫിക്കിലേക്ക് പോകുന്ന പോലെ തന്നെ സിമ്പിൾ നിന്നും കോംപ്ലക്സിൽ. അപ്പോൾ അല്ലേ പിന്നെ ഏറ്റവും നല്ലൊരു ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എത്തുമ്പോഴേക്കും നമുക്ക് രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പെറുക്കിയെടുക്കാവുന്ന രീതിയിലൊക്കെ ആവുന്നത് ഒരു കോംപ്ലക്സ് ടാസ്കിൻ്റെ എക്സാമ്പിളാണ്. Certain primitive reflexes have to be lost before achieving voluntary function. See, this is another thing. എന്താണ് ഈ പ്രിമിറ്റീവ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നോക്കുക. പ്രിമിറ്റീവ് റിഫ്ലക്സ് എന്ന് പറയുന്നത് ജനിച്ച ഉടനെ മനുഷ്യ കുഞ്ഞിന് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ചില റിഫ്ലക്സുകളാണ്. സി ദിസ് ആർ നോട്ട് മൈൽ സ്റ്റോൺ, ദീസ് ആർ ജസ്റ്റ് റിഫ്ലക്സസ്. ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ വളരെ ജനിച്ച ഉടനെ ഒക്കെ നമ്മൾ പോയിട്ട് നമ്മൾ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ പോയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിരലുകൊണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉള്ളം കൈയുടെ വിരലുകൾ നമ്മളെ വിരലുകളുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാം അല്ലേ. അപ്പോൾ കുട്ടി നമ്മൾ സാധാരണ പറയും ഭയങ്കര സ്നേഹം കൊണ്ടാണ് കുട്ടി നിങ്ങളെ പിടിക്കുന്നത്, അതുകൊണ്ടൊന്നുമല്ല. അത് ഏതൊരു മനുഷ്യക്കുഞ്ഞിനും ഉള്ള സ്വാഭാവികമായിട്ടുള്ള റിഫ്ലക്സ് ആണ്. ഓക്കെ, അതൊരു ന്യൂറോ മസ്കുലർ റിഫ്ലക്സിൻ്റെ ഭാഗമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പോവും. കുറച്ച് കഴിഞ്ഞ് പ്രായമായ ഒരു 6 മന്ത്സിന് അല്ലെങ്കിൽ 1 ഇയറിലൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് കിട്ടില്ല ആക്ച്വലി. ഓക്കെ, അത് നമ്മൾ ഇപ്പം ഗ്രാസ്പിംഗ് റിഫ്ലക്സ് എന്നാണ് ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ റിഫ്ലക്സ് പോകും. ഇങ്ങനെ കുറേ റിഫ്ലക്സ് ഉണ്ട്, റൂട്ടിങ്, സക്കിങ്, സോളോയിങ്. ഈ റിഫ്ലക്സുകളൊക്കെ ഒരു പിന്നെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാറില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് റിഫ്ലക്സ്. ഇത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള സെഷൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും അവിടെ സംസാരിക്കാം. അപ്പം ഇതും ലോസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഡെവലപ്മെൻറ്റിനെ എങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു ടോപ്പിക്കാണെന്ന് വേണം പറയാം. ഒരു കുട്ടി വളരുന്നത് കാണുക അല്ലേ, വളരെ കുട്ടിയായിരുന്ന അവസ്ഥയിൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനും നല്ല രസമാണ്. അപ്പം ഓക്കെ, എന്താണ് മൈൽ സ്റ്റോൺ? ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആർ എ സെറ്റ് ഓഫ് ഫങ്ഷണൽ സ്കിൽസ് ഓർ ഏജ് സ്പെസിഫിക് tasks that most children can do at a certain age range എന്നാണ് പറയുന്നത്. സോ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആർ എ സെറ്റ് ഓഫ് ഫങ്ഷണൽ സ്കിൽ. ഇതൊരു കൂട്ടം ഫങ്ഷണൽ സ്കില്ലുകളാണ് ഒരു ഏജ് സ്പെസിഫിക് ആയിട്ട് കാണുന്നത്. അതായത് ഒരു 2 മാസത്തിൽ കുട്ടി കാണിച്ചത് ആവില്ല ഒരു 4ാമത്തെ മാസത്തിൽ കുട്ടിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇപ്പം 3 മാസത്തിലാണ് കുട്ടിക്ക് കഴുത്തുറയ്ക്കുന്നതെങ്കിൽ ആ കുറച്ചാഴ്ച അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ 6ാം മാസത്തിലേക്ക് എത്തുമ്പോൾ കുട്ടി വേറെയും കുറച്ച് കൂടിയ കാര്യമാണ് ചെയ്യുന്നത്. സോ ഇത് ഏജ് സ്പെസിഫിക് ടാസ്കുകളാണ്. A pediatrician uses milestone to help check how a child is developing. സോ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആണ് ഇത്. കുട്ടി വികസിക്കുന്നുണ്ടോ, കുട്ടിയുടെ വളർച്ചയിലും വികാസം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് കൂടിയാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. Although each milestone have an age level, the actual age when a normally developing child reaches that milestone can vary quite a bit. Every child is unique. I told you already. See, there are some predictable ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ നമുക്ക് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിന് ഉണ്ടെങ്കിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയാറില്ല അല്ലേ, നമ്മൾ ഇപ്പം വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ പറയാറുണ്ട്, സി നിന്റെ ചേച്ചി എല്ലാം കുറച്ച് വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു, നീ കുറച്ച് ലേറ്റാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇതൊരു നമ്മൾ മൊത്തം ഒരു ലാർജ് ക്വാണ്ടിറ്റി എടുക്കുമ്പം ഏകദേശം പ്രെഡിക്റ്റബിൾ ആണെന്നേ ഉള്ളൂ. പക്ഷേ എവരി ചൈൽഡ് ഈസ് യൂണിക്. സോ ദർ ആർ സം ക്വൈറ്റ് എ ബിറ്റ് ചേഞ്ചസ്, ബട്ട് ഇറ്റ് ഈസ് നോർമൽ. ഓക്കെ, ആ ചേഞ്ചുകൾ നോർമൽ ആണ്. എന്നാൽ അത് കൂടി പോവുകയാണെങ്കിൽ അബ്നോർമൽ ആണ് താനും. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് പറയുന്നുണ്ട്, CDS മൈൽ സ്റ്റോൺ ചെക്ക് ലിസ്റ്റ്. വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഓക്കെ, സോ ദീസ് ആർ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആർ സെറ്റ് ഓഫ് ഫങ്ഷണൽ സ്കിൽസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിൻ്റെ തന്നെ പല ഫങ്ഷൻസിനെയും നമ്മൾ പല ഡൊമൈൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഡൊമൈൻസിനെ, അതായത് നമ്മൾ ഫിസിക്കൽ ഡൊമൈൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഡൊമൈൻ എന്ന് പറയുന്ന ഡൊമൈനാണ്.
ഈ ഡൊമൈൻ ആക്ച്വലി ഗ്രോസ് മോട്ടോർ എന്നും ഫൈൻ മോട്ടോർ എന്ന രീതിയിൽ രണ്ട് മോട്ടോർ ഫംഗ്ഷനുകളാണ്. സോ ഫസ്റ്റ് ഡൊമൈൻ ഈസ് ഗ്രോസ് മോട്ടോർ, നെക്സ്റ്റ് ഡൊമൈൻ ഈസ് ഫൈൻ മോട്ടോർ. Then the third domain is language, okay, and the fourth one is social. So we can also add a domain. It's a quite a bit large domain or very important domain that is called as cognitive domain. അതിലാണ് ലേണിംഗ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് വേണേൽ 5 ഡൊമൈൻസ് ഇനിയും വേണേൽ നമുക്ക് ഡൊമൈൻസ് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഡൊമൈൻസ് വേണേൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല പല ഡൊമൈൻസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ബട്ട് നമ്മളെ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ക്ലിനിക്കൽ വ്യൂവിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് മിനിമം ഡൊമൈൻസ് ആണിത്. അപ്പം സോ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഈ 4 നിങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത്. ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ. ഓക്കെ, ഇതെന്താന്നുള്ളത് നമുക്ക് വഴിയെ പതുക്കെ പതുക്കെ ഓരോന്നും പറയാം. അതുപോലെ ഒരു സാധനമാണ് കോഗ്നിറ്റീവ് ലേണിംഗ്, തിങ്കിങ്, പ്രോബ്ലംസ്. ആ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നതിൽ വരുന്ന സാധനങ്ങളാണ് ലേണിംഗ്, തിങ്കിങ്. ഇതൊക്കെ നമ്മൾ അല്ലെ പതുക്കെ പതുക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളാണ്. സോ എന്താണ് ഗ്രോസ് മോട്ടോർ ഡൊമൈൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഗ്രോസ് മോട്ടോർ? ഗ്രോസ് മോട്ടോർ ഫങ്ഷൻസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ന്യൂറോളജിക്കൽ സിസ്റ്റം ഒക്കെ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മളെ ഗ്രോസ് മോട്ടോർ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നടക്കുന്നത്, നിൽക്കുന്നത്, അല്ലേ, സ്റ്റെപ്പ് കയറുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഇതൊക്കെ നമ്മളെ ഗ്രോസ് മോട്ടോർ ഫങ്ഷനാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ എവിടെയാണ് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഈ ഗ്രോസ് മോട്ടോർ ഫങ്ഷനിലുള്ള പല പല മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണ്? മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ മസ്കുലാർ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം നമ്മൾ ബോഡിയിൽ കാണുന്നതിനെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺസ് ആയിട്ട് പറയുന്നത് നെക്ക് ഹോൾഡിങ് അല്ലെങ്കിൽ ഹെഡ് കൺട്രോൾ ആണ്. അത് തന്നെ സിറ്റിങ്ങിലെ ഹെഡ് കൺട്രോൾ വരുന്നത് 3 മാസം ആ പ്രായമാകുമ്പോഴാണ്. ഒരു കുട്ടിക്ക് 3 മാസം പ്രായമാകുമ്പോഴാണ് നെക്ക് ഹോൾഡിങ്. നിങ്ങൾ വളരെ ചെറിയ കുട്ടികളെ ജനിച്ച ഉടനെയൊക്കെ ഓടിച്ചെന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളാണെങ്കിലോ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ആളുകൾ പറയും, അയ്യോ എടുക്കരുത്, എന്താണ് കഴുത്ത് കറക്റ്റായിട്ട് ഉറച്ചിട്ടില്ല. കഴുത്തട്ട എങ്ങനെയാണ് ഈ ഉറക്കുന്നത്? കഴുത്ത് ഉറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ നെക്ക് ഹോൾഡിങ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ മസിൽസും നെർവ്സും സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് കഴുത്ത് കറക്റ്റ് നിവർത്തി നിൽക്കാൻ പറ്റുന്ന അവസ്ഥ, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നെക്ക് ഹോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റിംഗ് പൊസിഷനിൽ നെക്ക് ഹോൾഡിങ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഏകദേശം 3 മാസത്തിലാണ്. അപ്പം ഇതുപോലെ ഓരോ പിന്നെ മാസം കണക്കിലല്ല വീക്ക് കണക്കിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാസത്തിൽ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ചില ബുക്കുകളൊക്കെ ഇത് മാസത്തിലായിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഓർത്തിരിക്കാം. ഇത് മാത്രമല്ല ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ അതിലെ മൈൽ സ്റ്റോൺസിൽ 1 വയസ്സ് വരെയുള്ള മൈൽ സ്റ്റോൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന മൈൽ സ്റ്റോൺസ് മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാം പർപ്പസിന് ഏതൊക്കെ മൈൽ സ്റ്റോൺ പഠിക്കണം നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഇതെങ്കിലും ഓർത്തിരുന്നാൽ മതി എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇതിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. ഓരോരോ കാര്യങ്ങൾ നമുക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഈ മൈൽ സ്റ്റോൺസ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപഠിക്കാം. അപ്പോൾ ഇത് കാരണം വെച്ചാൽ ഇത് കണ്ടുപഠിക്കുന്നതാണ് കുറച്ചും കൂടെ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ CDC ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങൾ ജസ്റ്റ് ഒരു ഗൂഗിളിൽ പോയിട്ട് CDC ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാം. ഓക്കെ, ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൈൽ സ്റ്റോൺസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതൊരു ഗുണമാണ്. ഓക്കെ, അപ്പം CDC എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്നാണ് CDCയുടെ ഫുൾ ഫോം. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിയുടെ മേജർ മൈൽ സ്റ്റോൺസിൻ്റെ എല്ലാ സാധനങ്ങളും ഈ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് തന്നെ പഠിക്കാമെന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മന്തിലെ മൈൽ സ്റ്റോൺസ് എന്താ നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പം എന്താണ് സെക്കൻഡ് മന്ത്സ് ആയിട്ടുള്ള ഒരു കുട്ടിയിൽ ഏതൊക്കെ മൈൽ സ്റ്റോൺസ് ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിച്ച മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഗ്രോസ് മോട്ടോർ. ഇവിടെയാണ് മൂവ്മെൻറ്റ്സ്, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ ഒരു 2 മാസമായ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മൈൽ സ്റ്റോൺ ഇവിടെ പറയുന്നുണ്ട്. ക്യാൻ ഹോൾഡ് ഹെഡ് അപ്പ് ആൻഡ് ബിഗിൻസ് ടു പുഷ് അപ്പ് വെൻ ലൈയിങ് ഓൺ ടമ്മി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം?
ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് തല ഇങ്ങനെ പതുക്കെ ഉയർത്തിയിട്ട് ആൾ നോക്കുന്നത് കണ്ടില്ലേ. സോ ഷീ ഓർ ഹി ക്യാൻ ഹോൾഡ് ഹെഡ് അപ്പ് ആൻഡ് ബിഗിൻസ് ടു പുഷ് അപ്പ് വെൻ ലൈങ് ഓൺ ടമ്മി. അപ്പോൾ നമ്മൾ ടമ്മി എന്ന് പറഞ്ഞാൽ വയറ്. അപ്പോൾ ഈ വയറ് ഭാഗം ഇതാക്കിയിട്ട് ആളെ കിടത്തി കഴിഞ്ഞാൽ ആളിങ്ങനെ പതുക്കെ എണീറ്റ് നോക്കുന്നത്. ഇത് 2 മാസം ആകുമ്പോൾ കുട്ടികൾ അച്ചീവ് ചെയ്യുന്ന ഒരു മേജർ മൈൽ സ്റ്റോൺസ് ആണ്. മറ്റൊന്ന്, മേക്ക് സ്മൂത്തർ മൂവ്മെന്റ്സ് വിത്ത് ആംസ് ആൻഡ് ലെഗ്സ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വളരെ ചെറിയ മൂവ്മെന്റ്സ്, ആംസ് ആൻഡ് ലെഗ്സ്, കൈകളും കാലുകളും കൊണ്ട് വളരെ ചെറിയ മൂവ്. നമ്മൾ പറയാറില്ലേ കൈകാലിട്ട് അടിക്കുക എന്ന് പറയും അല്ലെ കുട്ടി. അപ്പോൾ ഇതാണ് ഈ സാധനം. ഓക്കെ, ഇതാണ് കൈകാലിട്ട് അടിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പതുക്കെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നു അല്ലേ, കാലുകളും കൈയും കൊണ്ട് ചെറിയ മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ 2 മാസത്തിൽ കാണുന്ന ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എന്താന്ന് നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ബിഗിൻസ് ടു സ്മൈൽ അറ്റ് പീപ്പിൾ. ഇത് 2 മാസത്തിൽ കാണുന്ന ഒരു മേജർ ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആണ് 2 മാസം. ഓക്കെ, ബിഗിൻസ് ടു സ്മൈൽ, ദാറ്റ് മീൻസ് സോഷ്യൽ സ്മൈൽ എന്നാണ് നമ്മൾ സാധാരണ ഇത് പറയാറ്. നോക്കുക, ഇത് ഇമ്മെറ്റീരിയൽസ് ഓഫ് പീപ്പിൾസ്. ചിലർ പറയും അല്ലേ, 2 മാസത്തിലൊക്കെ കുട്ടികൾ ചിരിച്ചു കാണിച്ചാൽ നിന്നെ കുട്ടിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, കുട്ടിയെ ആര് പോയി കളിപ്പിച്ചാലോ കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാലോ അതൊക്കെ ചിരിക്കും. അത് സോഷ്യൽ സ്മൈൽ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ബിഗിൻസ് ടു സ്മൈൽ അറ്റ് പീപ്പിൾ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പോവാണ്ട്, കുറച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഒക്കെ വരും. ഇങ്ങനെ അപരിചിതരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ കുറച്ച് റെസ്റ്റ്ലെസ് ഒക്കെ ആവാറുണ്ട് ചില കുട്ടികളൊക്കെ. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ 2 മാസം ആകുമ്പോൾ ഈ സോഷ്യൽ സ്മൈൽ, ഇതൊരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡൊമൈൻ ആണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോഷ്യൽ ഈസ് ഓൾസോ കോൾഡ് ആസ് ഇമോഷണൽ ഡൊമൈൻ. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷൻ ക്യാൻ ബ്രീഫ്ലി കാം ഹെർസെൽഫ്, മേ ബ്രിങ് ഹാൻഡ്സ് ടു മൗത്ത് ആൻഡ് സക്ക് ഓൺ ഹാൻഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നോക്കാം. ഇത് കുട്ടി ഇപ്പം ഒരു 2 മാസം ആകുമ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. ഈ കരച്ചിൽ നിർത്താൻ വേണ്ടി ആള് തന്നെ ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കും. അത് മിക്കവാറും എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ സക്ക് ഓൺ ഹാൻഡ് ആണ്. അതായത് വായിലേക്ക് നേരെ കൈ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വിരൽ കൊണ്ടുപോയിട്ട് ആ വിരൽ കുടിക്കുക എന്നുള്ളതാണ് 2 മാസത്തിൽ ആള് കാണിക്കുന്ന ഒരു മേജർ. ആൻഡ് ക്യാൻ ബ്രീഫ്ലി കാം ഹെർസെൽഫ് ബൈ എന്താണ് സക്കിങ് ഹാൻഡ്സ്. ഈ പൊസിഷനിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ എങ്ങനെയാണ് ഹാൻഡ് സക്ക് ചെയ്യുന്നത് എന്നുള്ള. അപ്പം ഈ രീതിയിൽ കുട്ടി തന്നെ കുട്ടിയെ സ്വന്തമായിട്ട് എന്താണ് കാമായി നിർത്താനുള്ള ഒരു വഴി കണ്ടെത്തുന്നത് ഈ ഒരു 2 മാസത്തിലാണ്. സോ സക്കിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത് 2 മാസത്തിലാണ് ഉള്ളത്. ഓക്കെ, റൈറ്റ്. എന്താണ് ട്രൈസ് ടു ലുക്ക് അറ്റ് പാരന്റ് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ഇത് ചില ഡിസീസുകളൊന്നും ഇത് ഉണ്ടാവാറില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. എസ്പെഷ്യലി ലൈക്ക് ഓട്ടിസം പോലെയുള്ള ഡിസീസുകൾ നിങ്ങളൊരു പക്ഷേ പേര് കേട്ടിട്ടുണ്ടാവും. അതിലൊന്നും കുട്ടി ഒരിക്കലും ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പം 2 മാസത്തിൽ കാണുന്ന ഈ ഒരു മൈൽ സ്റ്റോൺ വളരെ പ്രാധാന്യമുള്ള മൈൽ സ്റ്റോൺ ആണ്. ട്രൈ ടു ലുക്ക് അറ്റ് പീപ്പിൾ. ഓക്കെ, ഐ മീൻ പാരന്റ്. ഓക്കെ, മെയിൻലി പാരൻസിനോട് ഒരു ഐ കോണ്ടാക്ട് കുട്ടി കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ചില ഡിസീസുകൾ ഇത് കാണാറില്ല. അതാണ് ഈ മൈൽ സ്റ്റോൺസിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർലി വാർണിംഗ് സൈൻസ് കിട്ടും ചില മിസ്സായിട്ടുണ്ടെങ്കിൽ, മൈൽ സ്റ്റോൺസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ. സോ ദിസ് ഈസ് ദി എന്താണ് ട്രൈ ടു ലുക്ക് അറ്റ് പേഷ്യൻ. ഓക്കെ, നൗ ഗോയിങ് ടു ദി ലാംഗ്വേജ് ഓർ കമ്മ്യൂണിക്കേഷൻ. 2 മാസത്തിലെ ലാംഗ്വേജിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് തിങ്. അതെ, 2 മാസത്തിൽ എന്തായിരുന്നു നമ്മുടെ ഭാഷ? സോ എന്താണ്? ചൈൽഡ് കൂസ് ആൻഡ് മേക്ക് ഗർഗ്ലിംഗ് സൗണ്ട് അല്ലേ. സോ നമ്മൾ എന്ത് സംസാരിച്ചാലും, എന്താ സംസാരിക്കുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. ഓക്കെ, എന്ത് സംസാരിച്ചാലും കുട്ടി ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും ഒരു സൗണ്ട്, ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു സൗണ്ട്സ് അല്ലെങ്കിൽ ഗർഗ്ലിംഗ് സൗണ്ട് ഒക്കെ ഉണ്ട്. കൂസ്, അതാണ് നമ്മളതിനെ ക്യൂസ് എന്ന് പറയുന്നത്, കൂസ് എന്ന് നമ്മൾ പറയുന്നത്. റൈറ്റ്. അതുപോലെ മറ്റൊരു മേജർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് 2 മാസത്തിൽ സംഭവിക്കുന്നത് ടേൺ ടുവേർഡ്സ് സൗണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. യു ക്യാൻ സി സൗണ്ട് എവിടുന്നാണോ കേട്ടത് ആ ഭാഗത്തേക്ക് കുട്ടി തിരിയുന്നത് കണ്ടില്ലേ. ഓക്കെ, സോ ലൈക്ക് ദിസ് വി ക്യാൻ ടെസ്റ്റ്. ഓക്കെ, ഇവിടെ ടേൺ ഹെഡ് ടുവേർഡ്സ് സൗണ്ട് എന്നുള്ളത് ഇത് നമ്മൾ ആയുർവേദത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ആയുർവേദത്തിൽ
പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കിലുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കല്ലുകൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് നോക്കും. ആ ഭാഗത്തേക്ക് കുട്ടി തിരിയുന്നുണ്ടെങ്കിൽ അശ്മനോർ വാദനം ചാസ്യ കർണമൂല സമാചരേത് എന്നാണ് ആചാര്യൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. അഷ്ടാംഗ ഹൃദയത്തിലെ ശ്ലോകമാണ്. അതായത് രണ്ട് കല്ലുകൾ, അശ്മനോർ വാദനം, രണ്ട് കല്ലുകൾ കൂട്ടിമുട്ടിച്ചുണ്ടാകുന്ന സൗണ്ട്, ചാസ്യ കർണമൂല സമാചരേത്, ചെവിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ താഴെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ കുട്ടി ആ വശത്തേക്ക് തിരിയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് ആണ്. നമുക്ക് ഇതെങ്ങനെ ലാംഗ്വേജ് മൈൽ സ്റ്റോൺ ആയി? കാരണം സൗണ്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാന കാര്യം. കാരണം നമുക്ക് കേൾവി ശക്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ജന്മനാ കേൾവി ശക്തി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയത് ഡെഫ് ആൻഡ് ഡം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടേൺ ടുവേർഡ്സ് സൗണ്ട് എന്നുള്ളത് 2ാം മാസത്തിൽ കുട്ടികളിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ ആണെന്നുള്ളത്, ഓർ കമ്മ്യൂണിക്കേഷൻ മൈൽ സ്റ്റോൺ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗോയിങ് ഇൻ ടു കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവിൽ ഞാൻ പറഞ്ഞു, ഇതിൽ ലേണിംഗ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു കാര്യമാണ് കോഗ്നിറ്റീവ്. നമ്മളെ ബുദ്ധിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കോഗ്നിറ്റീവ് മൈൽ സ്റ്റോൺസിൻ്റെ കാര്യം. എന്താണ് കോഗ്നിറ്റീവ് മൈൽ സ്റ്റോണിൽ വരുന്ന ആദ്യത്തെ കാര്യം? പേസ് അറ്റൻഷൻ ടു ഫേസസ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, വളരെ കൃത്യമായിട്ട് കുട്ടി ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ റെക്കഗ്നൈസ് ഇൻ ദ സെൻസ് നോട്ട് പേഴ്സൺ, ഫേസിലേക്ക് കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷൻ. മറ്റൊന്ന്, ബിഗിൻസ് ടു ഫോളോ തിങ്സ് വിത്ത് ഐസ് ആൻഡ് റെക്കഗ്നൈസ് പീപ്പിൾ അറ്റ് ഡിസ്റ്റൻസ്. നോക്കുക, എന്താ ഇവിടെ 2 months ബിഗിൻസ് ടു ഫോളോ തിങ്സ് വിത്ത് ഐസ് ആൻഡ് റെക്കഗ്നൈസ് പീപ്പിൾ അറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറോട് കൂടിയ ഒരു കളിപ്പാട്ടം കുട്ടിയെ കാണിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കുട്ടി ഐസ് വെച്ചിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യും. ഓക്കെ, എങ്ങോട്ടാണ് തിരിക്കുന്നത് അങ്ങോട്ട് ആൾ ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ പോകും. ഓക്കെ, ഇത് ഒരു കോഗ്നിറ്റീവ് മൈൽ സ്റ്റോൺ ആണ് 2nd മന്തിലുള്ള. നെക്സ്റ്റ്, ബിഗിൻസ് ടു ആക്ട് ബോർഡ്, ക്രൈസ് ഫസി. അതായത് ബോർ അടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുട്ടി കാണിച്ചിരും. ഇഫ് ആക്ടിവിറ്റി ഡസിൻ ചെയ്ത്, ആക്ടിവിറ്റി ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് ബോറടിക്കും. അതാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ മിക്കവാറും കരയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു കുട്ടി സാധാരണ ഇത് കരയുമ്പം അമ്മമാരും, അല്ലെങ്കിൽ അമ്മമാർ ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛന്മാർക്ക് കുട്ടികളെ നോക്കണ്ടെന്നൊന്നുമില്ല, അവർക്കും ചെയ്യാം. എന്നാലും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, കുട്ടിയെ പോയി പെട്ടെന്ന് എടുത്ത് കളിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാ? ആൾ കുറേ നേരമായിട്ട് ഈ പൊസിഷനിൽ സ്റ്റക്കാണ്. ആക്ടിവിറ്റി ഒന്നും ചേഞ്ച് ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല. കണ്ടോ, പതുക്കെ പതുക്കെ ആൾ ഇതാ കരഞ്ഞു തുടങ്ങി. ഓക്കെ, സോ ഈ ഫെൽറ്റ് ബോർഡ്. ഓക്കെ, ദെൻ ഈ ക്രൈസ്, മൂഡ് മൊത്തം ചേഞ്ച് ആയി അല്ലേ. അപ്പോൾ ഇതുപോലെ ഇത് രസമുള്ളൊരു വീഡിയോ ആണ് അല്ലേ. അപ്പോൾ കുട്ടി കുറേ നേരം ഒരേ പൊസിഷനിലാണ്, ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തത്? കമന്ന് കിടക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും മാസമായിട്ടില്ല. ആ കമന്ന് വീഴുക എന്നുള്ളത് ഒരു മോട്ടോർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിയാണ്, അത് അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആള് ബോറടിച്ച് ആള് ഒന്നെങ്കിൽ കരയും, അല്ലെങ്കിൽ എന്താണ്, മേക്ക് എ ഫസി ഫേസ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ എ കോഗ്നിറ്റീവ് ഫങ്ഷൻ. വെരി ഇൻട്രസ്റ്റിംഗ്ലി എ കോഗ്നിറ്റീവ് ഫങ്ഷൻ. ഒരു ബോറടിക്കുക എന്നുള്ള ഒരു ആക്ഷൻ വരെ നമ്മളെ ബുദ്ധിയുടെ ഒരു വികാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി മൈൽ സ്റ്റോൺസ്. നമ്മൾ 2 മാസത്തിൽ കാണുന്ന, 2 മന്ത് ആകുമ്പോൾ നമ്മൾ കാണുന്ന മേജർ ഡൊമൈൻസിലെ മൈൽ സ്റ്റോൺസിൻ്റെ, അതിൽ തന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസിനെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഡൊമൈൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഗോ, ലെറ്റ്സ് മൂവ് ഇൻ ടു ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ ഏതെങ്കിലും മൈൽ സ്റ്റോൺസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇയർ കാണുന്ന ഒരു ലെറ്റ്സ് ഗോ ടു അവർ ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺസ്. എന്താണ് ഗ്രോസ് മോട്ടോറിൽ ആദ്യത്തെ ഒരു വയസ്സാകുമ്പോൾ കാണുന്ന ഒരു മൂവ്മെന്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഗെറ്റ്സ് ടു സിറ്റിംഗ് പൊസിഷൻ വിത്തൗട്ട് ഹെൽപ്പ് എന്നുള്ളതാണ്. എന്താണ്? സി, യു ക്യാൻ സി ഹിയർ. പതുക്കെ ആളിങ്ങനെ മാറിയിട്ട് അല്ലേ ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് പതുക്കെ പതുക്കെ വരികയാണ്. ആള് വളരെ മിടുക്കനായിട്ട് ഇരിക്കാൻ പഠിച്ചു. അപ്പൊ ഇതൊരു ഒന്നാമത്തെ
വർഷമാകുമ്പോൾ, ഒരു വയസ്സ് കുട്ടിക്ക് ആവുമ്പോൾ കുട്ടി അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നാണ് പതുക്കെ ആള് എണീറ്റ് നിന്നിട്ട് നടക്കാൻ പഠിക്കുന്നത്. അതിന് കുറച്ചുകൂടി സമയം എടുക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ്, പുൾ അപ്പ് ടു സ്റ്റാൻഡ്, വാക്ക് ഹോൾഡിങ് ഓൺ എ ഫർണിച്ചർ. അപ്പൊ ആദ്യം തന്നെ ആള് ഒറ്റയടിക്ക് നടക്കാൻ പഠിക്കുന്നില്ല. എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, പതുക്കെ പതുക്കെ ആളിതാ ഒരു എന്തെങ്കിലും ഒരു ഫർണിച്ചർ ആയാലോ അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഒരു സാധനം പിടിച്ചിട്ടാണ് ആള് നിന്നു തുടങ്ങുന്നത്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, ദെൻ പിടിച്ച് തുടങ്ങി. ഇനി വരുന്നത് എന്താണ്, പിടിക്കാതെയാണ്. സോ വിത്തൗട്ട് ഹോൾഡിങ് അല്ലെ, വിത്തൗട്ട് ഹോൾഡിങ്ങിലാണ് ആള് വരുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദെൻ വാട്ട് ഹാപ്പൻസ്, ഹി ഓർ ഷീ ലേൺസ് ടു സ്റ്റാൻഡ് അപ്പ് എന്നുള്ളതാണ്. സോ ഒരു വയസ്സാകുമ്പോഴേക്കും ആള് പതുക്കെ പതുക്കെ ഈ ഒരു, അല്ലെങ്കിൽ ഒരു 13 months ആകുമ്പോഴേക്കും ആള് പതുക്കെ പതുക്കെ ഈ ഒരു പൊസിഷനിലേക്ക്, ആരും പിടിക്കാതെ നിൽക്കാൻ പഠിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തും. സോ ദിസ് ഈസ് ദി മേജർ മൈൽ സ്റ്റോൺ ഓൺ ഫസ്റ്റ് ഇയർ ഓഫ് ദി ചൈൽഡ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ വേറെയും മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, നമ്മളിപ്പം ലാംഗ്വേജിൽ നമ്മൾ ആദ്യം കണ്ടത് അല്ലേ, ടേൺ ടുവേർഡ്സ് സൗണ്ട് ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും എന്തായി, ആള് ഇതാ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അതുപോലെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് കുട്ടി വളരും എന്നുള്ളതാണ്. കുട്ടി നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു അല്ലേ, അതുപോലെ ചെയ്യണം. അപ്പോൾ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ പഠിക്കും ഒരു വയസ്സാകുമ്പോഴേക്കും. എസ്പെഷ്യലി നമ്മൾ ആദ്യം പറയാൻ പഠിക്കുന്ന വാക്കുകൾ അല്ലേ, മാമ, ഡാഡ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഇംഗ്ലീഷുകാരൻ കുട്ടിയാണെങ്കിൽ നമ്മൾ അമ്മ, അച്ഛൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു തുടങ്ങുക. മേക്ക് സൗണ്ട്സ് വിത്ത് ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അല്ല, സൗണ്ട്സ് മോർ ലൈക്ക് സ്പീച്ച് എന്നുള്ളതാണ്. സോ ഹീസ് ഓൾമോസ്റ്റ് റൈറ്റിംഗ് സംതിങ് അല്ലേ, ഈസ് ഓൾമോസ്റ്റ് സ്പീക്കിംഗ് അല്ല, ഓൾമോസ്റ്റ് നമ്മൾ ആ ലാംഗ്വേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് 1 year. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും നമുക്ക് കുറേ മൈൽ സ്റ്റോൺസ് ഉണ്ട്. 4th month ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. അതായത് ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ തന്നെ, ഇതിലെല്ലാ മൈൽ സ്റ്റോൺസും ഓർത്തിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന മേജർ മൈൽ സ്റ്റോൺസ് ഗ്രോസ് മോട്ടോർ ആണെങ്കിലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. സോ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തിനാണ് ഈ മൈൽ സ്റ്റോൺസ് പഠിക്കുന്നത് നോക്കുക. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു നെക്ക് ഹോൾഡിങ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ചൈൽഡിനെ ഇങ്ങനെ എടുത്ത് പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആള് ഇങ്ങ് പൊങ്ങിപ്പോരും. പക്ഷേ ഒരു ഫിസിക്കലായിട്ട് ഡെവലപ്മെന്റൽ ഡിലേ ഉള്ളൊരു കുട്ടിയാണ് നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ഈ ഹെഡ് ലാഗ് ചെയ്ത് കിടക്കും. ഇത് നമ്മൾ നെക്ക് ഹോൾഡിങ് അച്ചീവ് ചെയ്യാത്ത അവസ്ഥയാണ്. സാധാരണഗതിയിൽ നെക്ക് ഹോൾഡിങ് ഒരു 2 to 3 months ആകുമ്പോൾ അച്ചീവ് ചെയ്യണം. ബട്ട് നെക്ക് ഹോൾഡിങ് അപ്പോഴും അച്ചീവ് ചെയ്തിട്ടില്ല. ഒരു 6 months ആയിട്ട് അച്ചീവ് ചെയ്യില്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ നമുക്ക് സസ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി ഡിസീസസ് ലൈക്ക് സെറിബ്രൽ പാൾസി, അതിൻ്റെയൊക്കെ ഏർലി വാർണിംഗ് സൈനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹെഡ് ലാഗ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. സോ ഇത് അസസ് ചെയ്യാനാണ് എസ്പെഷ്യലി നമ്മൾ ഈ എന്താണ് നെക്ക് ഹോൾഡിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നടക്കുന്ന കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുട്ടി നടക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ, ചെറിയ പ്രശ്നങ്ങളുണ്ട് നടത്തത്തിലുള്ള, ചെറിയ കൈയൊക്കെ കാലും ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനാണ് മേജർലി നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു 4 വയസ്സായ കുട്ടിയുടെ കയ്യിൽ ഒരു വള പോലെയുള്ള അല്ലെ റിങ് പോലെയുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഷി ഓർ ഹി ഗ്രാസ് ഒരു ക്രൂഡ് ഗ്രാസ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ ഒരു 5 വയസ്സാകുമ്പോഴേക്കും ഈ കുട്ടിക്ക് 2 കൈയും ഉപയോഗിച്ച് ഇത് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തും. അതിനെയാണ് നമ്മൾ ബൈഡെക്സ്ട്രസ് ഗ്രാസ്പ് എന്ന് പറയുന്നത്. റീച്ചസ് ഔട്ട് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഹോൾഡ്സ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. സോ ഇസ് ഇന്റൻഷണൽ റീച്ചിങ് വിത്ത് ബൈഡെക്സ്ട്രസ്, 2 കൈയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈഡെക്സ്ട്രസ്. ഓക്കെ, ആൻഡ് ഓൺ 7th month ഹോൾഡിംഗ് ഒബ്ജക്റ്റ് വിത്ത് ക്രൂഡ് ഗ്രാസ് ഫ്രം പാം. അപ്പം
7 മന്ത് ആകുമ്പോഴേക്കും ഇത് ഒരു കൈയിലെ പാം ഉപയോഗിച്ച് പിടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ക്രൂഡ് ഗ്രാസ്പ് എന്നാണ്, ഐ മീൻ പാൾമാർ ഗ്രാസ്പ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. 9 മന്ത് ആകുമ്പോഴേക്കും എന്ത് പറയും, 9 മന്ത് ആകുമ്പോഴേക്കും കുറച്ചും കൂടി വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഓൾവേസ് ദി ലോസ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അല്ലേ. ഈ സ്പെസിഫിസിറ്റിയിലേക്ക് കുട്ടി എത്തുകയാണ്, ദാറ്റ് ഈസ് പിൻസർ ഗ്രാസ്. വാട്ട് ഡു യു മീൻ പിൻസർ ഗ്രാസ്? ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്ട് ലൈക്ക് പെല്ലറ്റ് ബിറ്റ്വീൻ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇത് ഒരു പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരെ അച്ചീവ് ചെയ്യുന്ന മൈൽ സ്റ്റോണിൽ അച്ചീവ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി ആണെന്ന് നമുക്ക്, ഐ മീൻ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ദാറ്റ് ഈസ് പിൻസർ ഗ്രാഫ്. ഇവിടെയാണ് നമുക്ക് ഈ പിൻസർ ഗ്രാഫ് അച്ചീവ് ചെയ്യുന്നതോട് കൂടെയാണ് നമുക്ക് കാലക്രമേണ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് റൈറ്റിംഗ്, ഹോൾഡിംഗ് എ പെൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്. ഫൈൻ മോട്ടോർ മൈൽ സ്റ്റോൺസ് ഇൻ ഫസ്റ്റ് 2 ഇയേഴ്സിലാണ് പറയുന്നത് അല്ലെ, 4 വീക്ക്. നമുക്ക് ഇത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഓക്കെ, ആദ്യത്തെ 2 വർഷത്തിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഈ രീതിയിലും ഓർത്തിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് CDC ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ നേരത്തെ കഴിച്ച വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടു തന്നെ പഠിക്കാവുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് 2 വർഷത്തിന് ശേഷം. 2 ഇയേഴ്സ് ആകുമ്പം എന്താണ്, കുട്ടി സ്വന്തമായിട്ട് ഷൂ, സോക്സ്, പാൻസ് ഇതൊക്കെ ഇടാനായിട്ട് പഠിക്കും. ഓക്കെ, ഇതൊരു ഫൈൻ മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. 3 വർഷം പ്രായമാകുമ്പോഴേക്കും സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ, അൺഡ്രസ് ചെയ്യാൻ, ഫുള്ളി ഇഫ് ഹെൽപ്പ് വിത്ത് ബട്ടൺസ്. ഓക്കെ, ബട്ടൺ ഇടാൻ മാത്രം ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും, പക്ഷെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. 5 വയസ്സാകുമ്പോഴേക്കും ക്യാൻ ടൈ ഷൂ ലേസസ്. വളരെ ഒരു പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അത് 5 വയസ്സാകുമ്പോഴേക്കും കുട്ടി പഠിച്ചിരിക്കും. അതുപോലെ ഈ ഫൈൻ മോട്ടോറിൽ വരുന്നതാണ് ക്യൂ ബോണ്ട് കളിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഒരു ഇതുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പം ഒരു പക്ഷേ വാക്സിനേഷൻ ഷെഡ്യൂൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അതിൻ്റെ ഇപ്പം 15 മന്ത് ആകുമ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനാണ് MR വാക്സിൻ. അതുപോലെ ബിൽസ് ടവർ ഓഫ് 2 ക്യൂബ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി നമ്മൾ ഈസി ആയിട്ട് ഒരു നെമോണിക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, നെമോണിക്സ് പോലെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ലീവ് ഇറ്റ്. ക്യൂബ്സ് കൊണ്ട് ചെയ്യാവുന്ന മേജർ കാര്യങ്ങൾ വേണേൽ ഓർത്തിരുന്നാൽ മതി, നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. റൈറ്റിംഗ്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്, റൈറ്റിംഗ് അല്ലെ. 15 മാസമായിട്ടുള്ള ഒരു കുട്ടിയെ നോക്കി, ഓക്കെ, കുട്ടിയോട് ഒരു സ്ക്രിബിൾ ചെയ്യാൻ തുടങ്ങുന്നത്, കുട്ടി കുത്തി വരയ്ക്കാൻ തുടങ്ങുന്നത് ഈ 15 മാസത്തിലാണ് അല്ലെ. 2 പിന്നെ വയസ്സാകുമ്പോഴേക്കും വെർട്ടിക്കൽ സർക്കുലാർ സ്ട്രോക്ക്, അല്ലെങ്കിൽ ചെറിയൊരു വൃത്തം വരയ്ക്കാനൊക്കെ കുട്ടി ശ്രമിക്കും, പക്ഷെ വൃത്താവില്ല. 3 വയസ്സാകുമ്പോഴേക്കും ഒരു സർക്കിൾ വരയ്ക്കാൻ പഠിക്കും. 4 വയസ്സാകുമ്പോഴേക്കും ക്രോസ് വരയ്ക്കാൻ പഠിക്കും. 4.5 വയസ്സാകുമ്പോഴേക്കും സ്ക്വയർ വരയ്ക്കാൻ. 5 വയസ്സാകുമ്പോഴേക്കും ട്രയാങ്കിൾ. 6 വയസ്സാകുമ്പോൾ ഡയമണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഈ രീതിയിലാണ് പഠനം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അല്ലേ ഒരു പ്രീ സ്കൂൾ ഏജ് ഗ്രൂപ്പിൽ, അതായത് LKG UKG അങ്ങനത്തെ പ്രീ സ്കൂൾ ഏജ് ഗ്രൂപ്പിലൊക്കെ പോയിട്ട് കുട്ടിയോട് ഡയമണ്ട് വരയ്ക്കാനൊന്നും പറയില്ല. നമ്മളൊരു 6 വയസ്സാകുമ്പോഴേക്കും ഇത് കുട്ടി അച്ചീവ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദിസ് അബൌട്ട് ഫൈൻ മോട്ടോറിൽ റൈറ്റിംഗ്. നെക്സ്റ്റ് കമ്മിങ് ടു ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി ലാംഗ്വേജിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് മന്തിൽ കാണുന്ന ടേൺ ഹെഡ് ടു സൗണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മന്ത് ഓർ സെക്കൻഡ് മന്തിൽ കാണുന്ന ഫസ്റ്റ് ടു സെക്കൻഡ്, ചില ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ടേൺ ടുവേർഡ്സ് ഹെഡ് അല്ലെ, ടേൺ ഹെഡ് ടുവേർഡ്സ് സൗണ്ട്, സോറി, ഹെഡ് ടുവേർഡ്സ് സൗണ്ട്സിൽ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ. പിന്നെ പതുക്കെ എന്ത് പറ്റും, 3 മന്ത് ആകുമ്പോഴേക്ക് കൂയിങ്, ഒരു മീനിങ് ഫുൾ അല്ലാത്ത ചില സൗണ്ടുകൾ ഉണ്ടാക്കും. 6 മാസം ആകുമ്പോഴേക്കും കുട്ടി മോണോസിലബിൾസ്. എന്താ മോണോസിലബിൾസ്? ഒരൊറ്റ മാ, ബ എന്നുള്ള വാക്കുകൾ മാത്രമുള്ള മോണോസിലബിൾസ് പറഞ്ഞു തുടങ്ങും. 9 മാസം ആകുമ്പോൾ ബൈസിലബിൾസ് പറയും, അതായത് 2 വാക്കുകൾ ചേർത്ത് വെച്ച് അമ്മ, മാമ, ഓക്കെ, ഉമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. 12 മാസം ആകുമ്പം 2 വേർഡ്സ് വിത്ത് മീനിങ് കുട്ടി പറഞ്ഞു തുടങ്ങും. ഓക്കെ, 18 മന്ത് ആകുമ്പോഴേക്കും കുട്ടി എന്താണ്, 10 വേർഡ്സ് വിത്ത് മീനിങ് ആയി.
24 മാസമാകുമ്പോഴേക്കും, അതായത് ഏകദേശം 2 വയസ്സാകുമ്പോഴേക്കും സിമ്പിൾ സെൻറ്റൻസുകളൊക്കെ ആൾ ഉണ്ടാക്കി പറയും. 36 മന്ത്സ് ഓക്കെ ആകുമ്പോഴേക്കും, ഒരു 3 വയസ്സാകുമ്പോഴേക്കും ആൾ ഒരു കഥ പറച്ചിലുകാരനായി അല്ലെങ്കിൽ കഥ പറച്ചിലുകാരിയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടെല്ലിങ് എ സ്റ്റോറിയിലേക്ക് ആൾ എത്തും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ലാംഗ്വേജ്. അപ്പോൾ പതുക്കെ പതുക്കെ അല്ലേ, നമ്മൾ സൗണ്ട് കേട്ടിട്ട് ആ ഭാഗത്തേക്ക് തല തിരിച്ചു തുടങ്ങിയതാണ്, പിന്നെ ആ കഥ പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടില്ല, പിന്നെ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പോകുന്നത്. കമ്മിങ് ടു ദി പേഴ്സണൽ, സോഷ്യൽ ഓർ ഇമോഷണൽ ഡൊമൈൻ ഓഫ് മൈൽ സ്റ്റോൺസ്. 2 മാസമാകുമ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് എല്ലാവരോടും ചിരിക്കാൻ തുടങ്ങും. ഓക്കെ, അതായത് അതിനെയാണ് നമ്മൾ സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത്. 3 മന്ത് ആകുമ്പോഴേക്കും റെക്കഗ്നൈസിങ് മദർ, അല്ലേ, അമ്മയെ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കെയർ ടേക്കറെ ആൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയാം. 6 മന്ത്സ് ആകുമ്പോഴേക്കും സ്മൈൽ സെറ്റ് മിറർ ഇമേജ്. 9 മന്ത്സ് വേവ്സ് ബൈ ബൈ. 12 മന്ത്സ് പ്ലേസ് വിത്ത് എ സിമ്പിൾ ബോൾ ഗെയിം ഒക്കെ കളിച്ചു തുടങ്ങും. 36 മന്ത്ലി നോസ് ജെൻഡർ. ഓക്കെ, ഒരു 3 പിന്നെ വയസ്സാകുമ്പോഴേക്കാണ് നമ്മൾ ജെൻഡർ തിരിച്ചടങ്ങുന്നത്. ഓക്കെ, ആണ് പെണ്ണ് അങ്ങനെയുള്ള ജെൻഡർ തിരിച്ചടങ്ങുന്നതൊക്കെ ആ ഒരു 3 വയസ്സിലേക്കൊക്കെ ആകുമ്പോഴാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ മേജർ ഡെവലപ്മെൻറ്റൽ ഡൊമൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, അതായത് നമ്മൾ ഡെവലപ്മെൻറ്റൽ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ്, സോഷ്യൽ, കോഗ്നേറ്റീവ് ഡൊമൈൻ എന്നാണ്. കോഗ്നേറ്റീവിനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടില്ല, ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. അതായത് മൊത്തം നമ്മൾ ആക്ടിവിറ്റി, അത് വാക്കിംഗ്, സിറ്റിംഗ് പോലെയൊക്കെ ഗ്രോസ് മോട്ടോറാണ്. നേരെ മറിച്ച് നമ്മൾ എഴുതുന്നത്, കയ്യിൽ ചെറിയ പെന്ന് പിടിക്കുന്നത്, അതൊക്കെ ഫൈൻ മോട്ടോറാണ്. ലാംഗ്വേജ് ഡൊമൈനാണ് അടുത്തത്. മറ്റൊന്ന് സോഷ്യൽ ഡൊമൈൻ ആൻഡ് കോഗ്നി. ഇത് ശരിക്കും പറഞ്ഞാൽ പാരലായിട്ട് ഈ 4 ഡൊമൈൻ അല്ലെങ്കിൽ 5 ഡൊമൈനൊക്കെ പാരലായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും ആണ് എന്താണ് നമ്മളെ പിന്നെ മൈൽ സ്റ്റോൺസ് എന്ന് നമ്മൾ പറയുന്നത്.